വീണ്ടും റിവീൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയുടെ അനുഗ്രഹമാണ് കേൾക്കുന്ന ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം യെശയ്യാവ് 64:2 തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഇറങ്ങി വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആമേൻ. പ്രവാചകൻ ആത്മാവിൽ പറയുവാണ് തന്റെ ജനത്തിനു വേണ്ടി. ശ്രദ്ധിക്കണമേ, തീ കൊണ്ട് തീയിൽ വെള്ളം തിളയ്ക്കുന്നത് പോലെ. നമുക്കറിയാം, ആദ്യം വെള്ളം അങ്ങോട്ട് നോക്കും, പച്ചവെള്ളം വലിയ അനക്കമൊന്നുമില്ല, നമ്മളത് ഓൺ ചെയ്താലും അതേ പടി. പക്ഷെ കുറേ മിനിറ്റുകൾ കഴിയുമ്പോൾ നമുക്കറിയാം ശബ്ദവും ആ രൂപാന്തരവും ആ ഒരു തിളപ്പ്, അത് ഭയങ്കരമായ പവറിൽ അത് തിളയ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. അതുപോലെ നീ ഒന്ന് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. മലകൾ നിന്റെ മുമ്പിൽ ഉരുകിപ്പോകത്തക്കവണ്ണം നീ ആകാശം കീറി ഒന്ന് വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ പറയട്ടെ, പഴയ നിയമത്തിൽ പ്രവാചകൻ അങ്ങനെ പറയുമ്പോഴും പത്രോസ് പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. യേശുവിൻ്റെ മരണപുരത്തിന് ശേഷം അവനെ ഇറക്കണമെന്ന് വിചാരിച്ച് 6 സ്വർഗത്തിൽ കയറുമെന്നോ, അവനെ പാതാളത്തിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് 6 പാതാളത്തിൽ ഇറങ്ങുമെന്നോ. നിന്റെ ഹൃദയത്തിൽ നീ പറയരുത്, വചനം നിനക്ക് സമീപേ, നിന്റെ വായിലും ഹൃദയത്തിലും ഇരിക്കുന്നത് ഞങ്ങൾ സംസാരിച്ച ദൈവവചനം തന്നെ. അപ്പോൾ നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ദൈവമേ, നീ ഒന്ന് വരണമേ, ആ വചനം വായിക്കുമ്പോൾ നിന്റെ സാന്നിധ്യം എനിക്ക് വേണം, നീ എന്നെ ഒന്ന് ശക്തീകരിക്കണം, ഈ അവസ്ഥയിൽ നീ എന്നെ പുറത്തു കൊണ്ടുവരണം. നമ്മൾ പറയണം ദൈവത്തോട്. എപ്പോഴും ദൈവം ആവശ്യവും അത്യാവശ്യവും നോക്കും. അവൻ ചെയ്യുന്നേ ചെയ്യട്ടെ, പ്രവർത്തിക്കട്ടെ. ഏലിയുടെ കുഞ്ഞുങ്ങളുടെ കുഴപ്പത്തെക്കുറിച്ച് ശമൂവേലിനോട് ദൈവം ഇടപെടുമ്പോൾ ഏലി പുരോഹിതൻ പറയും, അങ്ങനെയൊക്കെ വരുന്നേ പിന്നെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ നോക്കും? അങ്ങനെയല്ല മറുപടി. അവിടെ താൻ ഇടിവിൽ നിന്നായിരുന്നെങ്കിൽ യോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി യാഗം അർപ്പിക്കുന്നുണ്ട്, എന്തെങ്കിലും അബദ്ധവശാൽ പാപം ചെയ്ത്. ചില കാര്യങ്ങളിൽ ദൈവത്തോട് പറയണം. ആ വെള്ളം തിളയ്ക്കുന്ന പോലെയോ മല ഉരുകുന്ന പോലെ. ഒരു അർത്ഥത്തിൽ ഈ പ്രവാചകൻ ഇങ്ങനെ ആയിരിക്കും പറയുന്നത്, ദൈവത്തിൻ്റെ ശക്തി ഒന്ന് ഇറങ്ങി വരാൻ. ആമേ. നമുക്കറിയാം, നമ്മുടെ പ്രസിഡൻറ്റോ ഉന്നത അധികാരങ്ങൾ ഇരിക്കുന്നവരൊക്കെ വരുമ്പോൾ വെറുതെ അവർക്ക് വരുമല്ല. അവരുടെ എക്സ്പോർട്ട് അതിൻ്റേതായ ഒരു ജനാവലി കാണും. ദൈവം ഇങ്ങനെ ഇറങ്ങി വരണേ, അസാന്നിധ്യത്തിൽ. കർത്താവേ, നീ മഹത്വത്തിൽ ഇറങ്ങി വരണേ. ഈ പ്രശ്നത്തിന് നടുവിൽ മാനുഷിക സഹായം വ്യർത്ഥമാണ് കർത്താവേ, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. നീ വരണം, നീ എൻ്റെ ദൈവം, നീ എൻ്റെ കൂടെയുണ്ട്, നിൻ്റെ സാന്നിധ്യമുണ്ട്, നീ പറഞ്ഞ ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്ന്. എങ്കിലും ഈ പ്രശ്നത്തിനടുവിൽ നമ്മുടെ പ്രവാചകന്മാർ, പുരോഹിതന്മാർ അവർ വിളിച്ചു പറഞ്ഞതുപോലെ. ആമേൻ. അതുകൊണ്ട് ആ ഒരു വിഷയം ഓർത്ത് ഭാരപ്പെടേണ്ട. നീ ലജ്ജിക്കപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല, തല കുനിക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കും. ആ വിഷയത്തെ നീ ഒന്ന് ഇതുവരെ ഞാൻ എൻ്റെ ബുദ്ധി ഹാൻഡിൽ ചെയ്തു. വയ്യ കർത്താവേ, നീ ചെയ്യണം, നിനക്ക് കഴിയും. അവൻ വരും, കയറിയവൻ ഇറങ്ങിയവൻ, അതേ നമ്മുടെ കൂടെയുണ്ട്. അവൻ്റെ സാന്നിധ്യം, അവൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അവൻ്റെ ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. വചനത്തിൻ്റെ ശബ്ദം കേട്ട് ആജ്ഞനുസരിക്കുന്ന വീരന്മാരായ ദൂതന്മാരുണ്ട്. ഇങ്ങനെ ദൈവത്തോട് നാം ഒന്ന് പറഞ്ഞാൽ ആ പ്രശ്നങ്ങളുടെ നടുവിൽ, കർത്താവെ, അങ്ങനെ ഭാരത്തോട് ആരും കേൾക്കുന്നവരുണ്ടെങ്കിൽ ആ വിഷയത്തിൻ്റെ മേൽ നീ ഒന്ന് ഇറങ്ങി വന്നു ഒരു മറുപടി കൊടുക്കുക കർത്താവെ, ഒന്ന് സ്പർശിക്കുക കർത്താവെ. അടച്ചിട്ട മുറിയിൽ യേശു ഇറങ്ങി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞപ്പോൾ അവരുടെ വിഷയങ്ങളുടെ നടുവിലേക്ക് ഒന്ന് ഇറങ്ങി വാ കർത്താവെ. മക്കളെ വിടുവിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നിങ്ങൾക്ക് ഈ ശുശ്രൂഷാനുഗ്രഹമാണെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ.